രാംകുമാർ സാർ, ഈ പി സി ജോർജിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ 153A വകുപ്പനുസരിച്ചാണ് ഇത്തരത്തിൽ പി സി ജോർജിനെതിരെ കേസെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ ഒരു അറിവ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഇൻറ്റൻഷൻ നമുക്ക് കാണാൻ കഴിയുമോ? ഏതെങ്കിലും മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ഒരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ അങ്ങ് ഈ ചർച്ച ഉടനീളം കണ്ടതാണ്. മാത്രമല്ല കോടതി നടപടികൾ കൃത്യമായി അറിയാവുന്ന ആളുമാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതായി അങ്ങേക്ക് തോന്നിയോ? അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം ഒരു രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. ആ രാഷ്ട്രീയ ചർച്ചയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നിശിതമായി അദ്ദേഹം വിമർശിച്ചു. അവർ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വാദിച്ചവരാണെന്നുള്ള ചരിത്ര സത്യം, ലീഗുകാർ പോലും നിഷേധിക്കാത്ത സത്യം അദ്ദേഹം ഏറ്റു പറഞ്ഞു. ആ കൂട്ടത്തിൽ ഇവിടെ നടക്കുന്ന മറ്റ് ചില അനാശാസ്യമായ പ്രവണതകൾ, ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി ആൾക്കൂട്ടം പെരുമാറുക തുടങ്ങിയ ഇതെങ്ങനെ മതവിദ്വേഷമാവുന്നത്? ഒരു മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കായിക മത്സരമാണെങ്കിൽ കായിക മത്സര താല്പര്യത്തിലുള്ള ആളുകൾ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർക്കിഷ്ടപ്പെടുന്ന ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അതെങ്ങനെ മതവിദ്വേഷമാവുന്നത്? അപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞാൽ മതവിദ്വേഷമായി, ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ മതവിദ്വേഷമായി, ലഹരി ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ മതവിദ്വേഷമായി. എന്ത് ന്യായമാണ് ഇതിനുള്ളത്? പാലയിലെ ബിഷപ്പ് ലൗഹ്വാദിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം വർഗീയവാദിയാണെന്ന് പറഞ്ഞു. ലൗഹ്വാദ് ചെയ്യുന്നവർക്ക് വർഗീയമില്ല, ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നവർക്ക് വർഗീയം. ഈ ഇരട്ടത്താപ്പാണ് വാസ്തവത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന വർഗീയതയേക്കാൾ എൻ്റെ വിനീത അഭിപ്രായത്തിൽ അപകടം. ഈ എടപ്പുരോ ഞങ്ങൾ വലിയ പുരോഗമനക്കാരാണെന്ന് നടിക്കുന്ന ആളുകൾ ഏതാനും വോട്ടുകൾക്ക് വേണ്ടി പ്രീണനം നടത്തി ഇവിടുത്തെ മതേതര സ്ഥിതികളെ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഡോക്ടർ ജയരാജൻ്റെ സംസാരം നോക്കൂ. ഇവിടെ സനാതനധർമ്മം കുഴിച്ചു മൂടലാണെന്ന് പറഞ്ഞാൽ പുരോഗമനമായി. ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോണ വ്യഭിചാരത്തിനാണെന്ന് പറഞ്ഞാൽ പുരോഗമനമായി. പർദ്ദ എന്ന് പറഞ്ഞ കവിത കിട്ടിയാൽ വർഗീയമായി. ഈ ഇരട്ടത്താപ്പാണ് ഈ കപടം മതേതരവാദികളുടെയും കപടം പുരോഗമനവാദികളുടെയും ഇരട്ടത്താപ്പാണ് പൊതുപ്രവർത്തകർ ജനങ്ങൾക്ക് മുമ്പാകെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ബോധ്യം വന്നിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന അതിന് വേറെയും ആക്കുകളുണ്ട്. ആരും മതവിദ്വേഷമാണെന്ന് പറഞ്ഞില്ലല്ലോ. ലോക സമസ്ത സുഖിനോ ഭവന്തു ഒരു മതത്തിൻ്റെ മതപുസ്തകത്തിലെ ഒരു വാക്യമാണ്. അതിനെ വിമർശിച്ചപ്പോൾ ആ മതവിദ്വേഷമാണെന്ന് പറഞ്ഞ് ആരും കേസെടുത്തില്ലല്ലോ. അപ്പം ചുരുക്കത്തിൽ ഭൂരിപക്ഷ സമുദായം എന്താവമാനം സഹിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി ഉള്ള നാടാണ് കേരളം. അവിടെയും ഒരു പ്രശ്നമുണ്ടാകുന്നില്ല ആർക്കും. അതാണ് ഞാൻ പറയണത്. ഇതാണ് വാസ്തവത്തിൽ ഈ കപട മതേതരത്തെയാണ് യഥാർത്ഥ മതേതരവാദികൾ എതിർക്കേണ്ടത്. ഈ കപട മതേതരത്വമാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത്. മതവിദ്വേഷത്തെക്കാൾ കൂടുതൽ എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഈ കപട മതേതരത്വം ആകസ്മികമായിട്ട് വരുന്നതല്ല, സംഘടിതമായിട്ട് വരുന്നതാണ്. ഏതാനും വോട്ടുകൾക്ക് വേണ്ടിയാണ്. ഒരു പ്രത്യേക സമുദായത്തെ അപലപിച്ചാൽ മറ്റൊരു സംഘടിത സമുദായത്തിൻ്റെ വോട്ടുകൾ കിട്ടും എന്ന ധാരണയിലാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഈ ആക്രമിക്കപ്പെടുന്ന സമൂഹം സഹിഷ്ണുതയുള്ളവരാണ്, അങ്ങേയറ്റത്തെ ക്ഷമാശീലമുള്ളവരാണ്. പക്ഷെ അത് ഒരു ബലഹീനതയായി കണ്ടുകൊണ്ട് അവരുടെ മേൽ കുതിര കയറാനുള്ള ഈ പ്രവണതയാണെന്ന് കാണുന്നത്. ഇതാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. ഈ കപട മതേതരത്വം തുറന്ന് കാണിക്കേണ്ട സമയം അതിക്രമിക്കുന്നു. നിർഭാഗ്യവശാൽ ഇവിടെ പ്രവർത്തിക്കുന്ന പല പൊതുസംഘടനകളും
അതിന് തുനിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വേവലാതി. ചെയ്യേണ്ടത് അതാണ്. ഈ ഞാൻ അങ്ങയിലേക്ക് വരാം സർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് പറഞ്ഞു നിർത്തുന്നത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ആ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്.